السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبده ورسوله الصادق الأمين، أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده، وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. وصلوات الله عليه وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. والسابقون السابقون أولئك المقربون. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ ഇഷ്ടമുള്ള അടിയാറുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖമായി കേട്ടതുപോലെ പരിശുദ്ധ റമദാനിൽ പുണ്യമേറിയ രാപ്പകലുകൾ ഒട്ടനവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. നോമ്പെടുത്തും തറാവിഹ് നമസ്കരിച്ചും ദിക്റുകളിലും ദുആകളിലും ഒഴുകിയും ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചും ദാനധർമ്മങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിച്ചും ഇതുപോലുള്ള മതവൈജ്ഞാനിക സദസ്സുകളിൽ പങ്കെടുത്തുമൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. തികച്ചും നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന ഒരു അമലായി ഇതിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവരാണ് നമ്മുടെ മാതൃക എന്ന വിഷയമാണ് ചർച്ച ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മൊത്തം അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുകയും ഏറ്റവും പരിശുദ്ധ ഹൃദയത്തിന്റെ ഉടമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അറിയുകയും ആ ഹൃദയത്തിന്റെ ഉടമയെ ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ മാതൃകാ പുരുഷനായി, പ്രവാചകനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. വീണ്ടും അള്ളാഹു അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുകയും പിന്നീട് ഏറ്റവും പരിശുദ്ധമായ ഹൃദയങ്ങൾ സ്വഹാബികളുടേതാണ് എന്ന് മനസ്സിലാക്കുകയും അവരെ പ്രവാചകന്റെ അനുചരന്മാരായി, പ്രവാചകനെ കാണാനും പ്രവാചകനിൽ വിശ്വസിക്കാനും മുഅ്മിനായി തന്നെ മരിക്കാനും സാധിച്ച സ്വഹാബികളായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമുക്ക് എല്ലാ കാര്യങ്ങളിലും മാതൃകാ പുരുഷന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരുമാണ്. ഖുർആൻ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയാണ്. മാത്രവുമല്ല, ആ പ്രവാചകന്റെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, സ്വഭാവ ഗുണങ്ങളെ, സമീപനങ്ങളെ, വസ്ത്രധാരണത്തെ,
ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിയ അവിടുത്തെ അനുചരന്മാർ, അവരാണ് അള്ളാഹുവിലേക്ക് ഏറെ സാമീപ്യം നേടിയിട്ടുള്ള ആളുകൾ. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് അവർ ആദ്യം നന്മയിലേക്ക് മുന്നിട്ട ആളുകളാണ്. മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്ത ആളുകളെയാണ് മുഹാജിറുകൾ എന്ന് പറയുക എന്ന് നമുക്കറിയാം. അവർക്ക് വേണ്ട സകല സൗകര്യങ്ങളും ഒരുക്കി, മനസ്സും ശരീരവും പാകപ്പെടുത്തി, ആ മണ്ണുപോലും ഒരുക്കി കാത്തിരുന്ന് ഇരുകൈകളും നീട്ടി സ്വീകരിച്ച, സഹായിച്ച, സഹകരിച്ചവരാണ് അൻസാറുകൾ. അല്ല പറയാണ്, ആ മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആദ്യം അല്ലാഹുവിലേക്ക് മുൻകടന്നു ചെന്ന ആളുകളുണ്ടല്ലോ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മയുടെ കാര്യത്തിൽ അവരെ പിൻപറ്റിയ താബിഉകളുമുണ്ടല്ലോ, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവരെ കുറിച്ച് അല്ലാഹു തൃപ്തനാണ്, അവർ അല്ലാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടവരാണ്. അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്, ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ, ഖാലിദീന ഫീഹാ അബദ, അവരതിൽ എന്നെന്നും നിത്യവാസികളായിരിക്കും. ദാലികൽ ഫൗസുൽ അളീം, അതത്രേ മഹത്തായ വിജയം. ആ മഹത്തായ വിജയം നമ്മളിൽ കിട്ടണമെങ്കിൽ അവർ സഞ്ചരിച്ച പാതയിലൂടെ, അവർ വിശ്വസിച്ച വിശ്വാസം സ്വീകരിച്ച്, അവർ ചെയ്ത കർമ്മങ്ങൾ ചെയ്ത്, അവർ സ്വീകരിച്ച സ്വഭാവം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് അവരുടെ പാതയിലായി സ്വർഗം വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്തായിരുന്നു മാതൃകാ പുരുഷന്മാരായ ആ സ്വഹാബികളുടെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, നരകത്തിന്റെ ഭീകരത അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന തൗഹീദിന്റെ സന്ദേശം അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ചെന്ന് പതിച്ചപ്പോൾ, ഈ പ്രവാചകൻ അല്ലാഹു പറഞ്ഞയച്ച ദൂതനാണ് എന്ന് അവരുടെ ഹൃദയത്തിൽ തട്ടിയപ്പോൾ, ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ, അവരുടെ ജീവിതമാകെ മാറുകയായിരുന്നു. എല്ലാവിധ തിന്മകളിലും മുങ്ങി മുഴുകി ജീവിച്ച, ഹറാമുകൾ ഹലാലേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വൃത്തികേടുകളിൽ മുഴുകിയ, എന്തിനധികം അവരെ കുറിച്ച് അല്ല പറഞ്ഞത് ഫീ ദലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ എന്നാണ്. വ്യക്തമായ വഴികേടിലെന്ന് ഏതൊരു സമൂഹത്തെ കുറിച്ചാണോ അള്ളാഹു പറഞ്ഞത്, അതേ വ്യക്തികളെ കുറിച്ച്, അതേ വിഭാഗത്തെ കുറിച്ച് പിന്നെ അള്ളാഹു പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്, നിങ്ങൾ ലോകത്തിന് മാതൃകയാണ്, നിങ്ങൾ മാതൃകാ പുരുഷന്മാരാണ്, നിങ്ങൾ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃക കാണിക്കാൻ പറ്റിയ മാതൃകാ യോഗ്യരാണ് എന്ന് പറയുന്നിടത്തേക്ക് അവരെ വളർന്ന് അവർ ഉയർന്നു വന്നു എന്നത് സഹോദരങ്ങളെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തായിരുന്നു അവരുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ? എങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്ന് മാതൃകകൾ ഉൾക്കൊള്ളേണ്ടത്? ഏതെല്ലാം വ്യക്തികളിൽ, എന്തെല്ലാം വിഷയങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട് എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, അവർ സ്വർഗം ആഗ്രഹിച്ചവർ മാത്രമല്ല, അവർ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചവർ മാത്രമല്ല, ആ സ്വർഗത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരായിരുന്നു. നമ്മൾ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ആ സ്വർഗത്തിന്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ ഇല്ലാതെ പോകുന്നു. നാം നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്, നാം നരകത്തെ ഭയപ്പെടുന്നുണ്ട്. ആ നരകത്തിന്റെ ഭീകരതയും ഭയാനകതയും ആയത്തുകളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന്, പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രവർത്തനം പരിശോധിച്ചാൽ, നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ ആചാരവും നമ്മുടെ സ്വഭാവവും നമ്മുടെ കാട്ടിക്കൂട്ടലും കണ്ടാൽ ആ നരകത്തിന്റെ വിറകുകൊള്ളികളാകാൻ വേറൊന്നും വേണ്ട. നാളെ മണ്ണിൽ കൊണ്ടുപോയി വെക്കേണ്ട ശരീരമാണ് ഇതെന്നും
എനിക്കൊരു ബർസഖ് ജീവിതം വരാനുണ്ട് എന്നും ഞാനും നിങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ ഖബറിൽ പ്രകാശം കിട്ടാൻ ആവശ്യമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. നമ്മുടെ മുഖ്യ ശത്രുവാണ് പിശാച് എന്നും സകല കുതന്ത്രങ്ങളിലൂടെയും അവൻ നമ്മെ വഴിപിഴപ്പിക്കുമെന്നും അവൻ ശത്രുവായി തന്നെ കാണണമെന്നും ഏത് കുതന്ത്രങ്ങളിലൂടെയും വൃത്തികേടുകളിലേക്ക് നമ്മെ കൊണ്ടുപോവുക എന്നതാണ് അവന്റെ പ്രതിജ്ഞ എന്നും അറിയുന്നവനാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും പിശാചിന് ഇഷ്ടമുള്ള വാക്കുകളാണ് നമ്മൾ പറയുന്നത്, പിശാചിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പിശാചിന്റെ ദുഷ്പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് നമുക്കറിയും. പക്ഷേ ഖുർആനിന്റെ പല ആയത്തുകളുടെയും ആശയങ്ങൾക്ക് നമ്മുടെ ജീവിതം എതിരാണ്. ചിലപ്പോഴൊക്കെ സൂറത്തുൽ ഇഖ്ലാസിലും സൂറത്തുൽ ഫാത്തിഹയ്ക്കും പോലും നമ്മുടെ ജീവിതം എതിരാകുന്നു. ഖുർആൻ അള്ളാന്റെ കലാമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് സ്വഹാബികളും നമ്മളും തമ്മിൽ വേർതിരിയുന്നത്. അവർ വിശ്വസിക്കുക മാത്രമല്ല, അവർ അംഗീകരിക്കുക മാത്രമല്ല, അവർ ആഗ്രഹിക്കുക മാത്രമല്ല, ആ ആഗ്രഹം പൂവണിയാനുള്ള പ്രവർത്തനത്തിൽ അവർ മുന്നിലുണ്ടായി. അവർ സ്വർഗം ആഗ്രഹിക്കുക മാത്രമല്ല, സ്വർഗത്തിനു വേണ്ടി പണിയെടുത്തു, സ്വർഗത്തിനു വേണ്ടി അധ്വാനിച്ചു, സ്വർഗത്തിനു വേണ്ടി സമ്പത്ത് ചെലവഴിച്ചു, സ്വർഗത്തിനു വേണ്ടി ഒരു വേള സ്വശരീരം കൊടുക്കേണ്ടി വന്നാൽ അതിനും തയ്യാറായവരായിരുന്നു നമ്മുടെ മാതൃകാ പുരുഷന്മാരായ സലഫുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിന് കൂടുതൽ ഉദാഹരണങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, ചില സംഭവങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിനു വേണ്ടി സ്വഹാബികൾ സഹിച്ച ത്യാഗം, ജീവിതത്തിൽ എപ്പോഴും അവർക്ക് ചിന്ത സ്വർഗം സ്വർഗം എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു അഅറാബി കടന്നു വന്നു. ശദ്ദാദ് ഇബ്നുൽ ഹാദ് പറയുന്നു, അന്ന റജുലൻ മിനൽ അഅറാബ് ആമന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്തബഅഹു. ഒരാള്, അഅറാബിയായ ഒരാൾ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് പ്രവാചകനെ വിശ്വസിച്ചിട്ട് താങ്കളുടെ കൂടെ ഞാൻ പോരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ പിൻപറ്റി. പ്രവാചകനെ, എനിക്ക് താങ്കളുടെ കൂടെ ഹിജറ പോരണമെന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഹിജറ പോയി. വർഷങ്ങൾ കഴിഞ്ഞു, ഇസ്ലാമിൽ യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് യുദ്ധാർജിത സ്വത്ത്, കിട്ടിയ ഗനീമത്ത് സ്വത്ത് ഓരോരുത്തർക്കും ഇങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോ ഈ വ്യക്തിക്കും ഒരു വിഹിതം മാറ്റിവെച്ചു. പക്ഷെ അത് കൊടുക്കാൻ സമയത്ത് ആളെ അവിടെ കാണുന്നില്ല. അദ്ദേഹം ഒട്ടകത്തെ മേയ്ക്കാൻ പോയതായിരുന്നു. സുഹൃത്തുക്കൾ അത് വാങ്ങിവെച്ചു. അദ്ദേഹത്തെ കണ്ടെത്തി അത് കൈമാറി. അദ്ദേഹം ചോദിച്ചു, മാഹുവ, ഇതെന്താ, മഹാദാ, ഇതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് തരാൻ പറഞ്ഞ ഗനീമത്ത് സ്വത്തിന്റെ വിഹിതാണ്. അദ്ദേഹം അത് വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ മുഹമ്മദ്. മുഹമ്മദേ എന്നാ വിളിച്ചത്. സാധാരണ അങ്ങനെ വിളിക്കൂല, പക്ഷെ വലിയ വിവരമൊന്നും ആൾക്കില്ല. ആൾ അഅറാബിയാണ്. പക്ഷെ അയാളുടെ ആത്മാർത്ഥത പറയാനാണ് ഈ യാ മുഹമ്മദ് എന്ന വാക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞത്. യാ മുഹമ്മദ്, മഹാദാ, അല്ല മുഹമ്മദേ, ഇതെന്താണ്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിസ്മുൻ ഖസംതുഹു ലക. ഇത് നിനക്ക് ഞാൻ വീതിച്ചു തന്ന നിനക്കുള്ള വിഹിതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്റെ മുഖത്ത് നോക്കി കണ്ണു നിറച്ച്, കണ്ടമിടറി, ചുണ്ടു വിറച്ച്, ഹൃദയം വിതുമ്പി അദ്ദേഹം പറയാണ്, മാ അലാ ഹാദാ തബഅതുക യാ റസൂലല്ലാഹ്, മാ അലാ ഹാദാ തബഅതുക. ഇതിനല്ലട്ടോ ഞാൻ ഇസ്ലാമിക്ക് വന്നത്, ഈ ഗനീമത്ത് സ്വത്ത് കിട്ടാൻ വന്നതല്ലട്ടോ ഞാൻ വന്നത് എന്തിനാണെന്നോ? എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ താങ്കളുടെ കൂടെ ഇനിയും ഒരു യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കണം. എന്നിട്ട് ശത്രുവിന്റെ അമ്പ് എന്റെ കഴുത്തിൽ ഇങ്ങനെ തറഞ്ഞു കയറി, തുളച്ചു കയറി, പിടഞ്ഞു വീട് രക്തസാക്ഷിയായി എനിക്ക് സ്വർഗം കിട്ടണം. അതിനാ ഞാൻ ഇസ്ലാമിക്ക് വന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇൻ തസ്തുഖില്ലാഹ യസ്തുഖുക. പടച്ചോനെ സാക്ഷി നിർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടിയിട്ട് ആണ് നീ ഇത് പറഞ്ഞതെങ്കിൽ നിനക്കതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത യുദ്ധം കഴിഞ്ഞു. ആരൊക്കെ മരിച്ചിട്ടുണ്ട് എന്നറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന വ്യക്തികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു.
മുഖത്ത് രക്തം കുതിർന്ന് അതിൽ മണൽ പുരണ്ട് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് കിടക്കുന്നത്. പ്രവാചകൻ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് സ്വഹാബികളെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മൾ അന്ന് കണ്ട എന്റെ അടുത്ത് വന്ന എനിക്കിവിടെ അമ്പ് തറക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ ആ ആളാണോ ഇത് എന്ന് നോക്കൂ. അവർ മുഖത്ത് നിന്ന് മണ്ണും രക്തവും നീക്കിയിട്ട് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, റസൂലേ ആ വ്യക്തി തന്നെയാണ്. പ്രവാചകൻ എടുത്തു നോക്കുമ്പോൾ തന്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് കഴുത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ടാണോ പറഞ്ഞത് അതേ പോയിന്റിൽ അമ്പ് തറഞ്ഞ് ശത്രുവിന്റെ അമ്പ് തറഞ്ഞാണ് അദ്ദേഹം രക്തസാക്ഷിയായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സദഖല്ലാഹ് ഫസദഖഹു, അല്ലാഹനെ സാക്ഷി നിർത്തി ആഗ്രഹം വെച്ചു, അല്ലാഹ് അത് സാക്ഷാത്കരിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജുബ്ബ അഴിച്ചു, അതിൽ കഫൻ ചെയ്യണമെന്ന് പറഞ്ഞു. സാധാരണ രക്തസാക്ഷിയായാൽ അവർ ഏത് വസ്ത്രത്തിലാണോ മരിച്ചത് അതേ വസ്ത്രത്തിലാണ് കഫൻ പുടവ, അതേ വസ്ത്രത്തിൽ വെച്ചാണ് ഖബറടക്കുക. പക്ഷെ പ്രവാചകൻ തന്റെ ബറക്കത്തിന് വേണ്ടി വസ്ത്രം അഴിച്ചിട്ട് ഇതിലൊന്ന് പൊതിയൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക ഫഖുതില ഷഹീദാ ഫഅന അലൈഹി ഷഹീദ്. അല്ലാഹുവേ, ഇതാ നിന്റെ ഒരു നല്ലൊരു അടിമ, നിന്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന അടിമ, നിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഒരു ഷഹീദ്, ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് എന്നതിന് ഫഅന അലൈഹി ഷഹീദ്, ഞാനും സാക്ഷി നിൽക്കുകയാണ് പടച്ചോനെ എന്ന് പറഞ്ഞ് പ്രവാചകൻ കരയുന്ന രംഗം സഹോദരങ്ങളെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങളൊരു അറാബിക്ക് പോലും ആഗ്രഹം എന്താ? സ്വർഗം കിട്ടണം, മറ്റൊന്നുമല്ല. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളായ വ്യക്തികളെന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ അവരെ സൽക്കരിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരാള് സ്വീകരിച്ചിരുത്തി. അല്പസമയം വിശ്രമത്തിന് ശേഷം പോകാൻ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞങ്ങളെ സ്വീകരിച്ച് സൽക്കരിച്ച് ഞങ്ങൾക്ക് റാഹത്ത് നൽകിയ താങ്കൾക്ക് പകരം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആ വ്യക്തി പറഞ്ഞു, എനിക്ക് യാത്രക്ക് പറ്റുന്നൊരു ഒട്ടകവും പാല് തരുന്ന ഒരു ആടും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, നമ്മുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പാല് ചുരത്തുന്ന ഒരു ആടിനെ കൊടുക്കൂ, നമ്മുടെ ഒട്ടകക്കൂട്ടത്തിൽ നിന്ന് യാത്രക്ക് പറ്റുന്ന നല്ലൊരു ഒട്ടകത്തെ കൊടുക്കൂ. അവരത് കൊടുത്തു. യാത്ര തുടർന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയാണ്, ആ വ്യക്തിക്ക് എന്തെങ്കിലും ചോദിക്കണോന്ന് ആഗ്രഹം ചോദിക്കാൻ പറഞ്ഞപ്പോ ആ ബനൂ ഇസ്രായേലിലെ കിഴവി ചോദിച്ച, ആ വെല്ലുമ്മ ചോദിച്ച അറിവ് പോലും ഇല്ലാത്തതിനാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയില്ലല്ലോ. സ്വഹാബികൾ ചോദിച്ചു, അതെന്താ റസൂലേ ബനൂ ഇസ്രായേലിലെ കിഴവി ചോദിച്ചത്? പ്രവാചകൻ കഥ പറയാൻ തുടങ്ങി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ബനൂ ഇസ്രായേലിനെയും കൊണ്ട് മിസ്റിൽ നിന്ന് പോകുന്ന സമയത്ത് എവിടെ ചെന്നാലും വഴി പിഴക്കും. എത്ര പോയാലും വഴി അറിയാതെ പിഴച്ചിട്ട് തിരിച്ചു പോരും. പിന്നെ വേറെ ഭാഗത്തേക്ക് പോകും, അവിടെയും വഴി തെറ്റും. മൂസാ നബിക്ക് ബനൂ ഇസ്രായേലിനെയും കൊണ്ട് ഈജിപ്ത് വിട്ടു പോകാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യും? കൂട്ടത്തിൽ പണ്ഡിത പുരോഹിതനായ ഒരാൾ പറഞ്ഞു, മൂസാ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് പോകുന്ന സമയത്ത് യൂസുഫ് നബിയുടെ മയ്യിത്തുമായിട്ടാ പോകുക എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, അതന്നെയാണ് പ്രശ്നം, അദ്ദേഹത്തിന്റെ മയ്യിത്ത് കിട്ടാതെ നമുക്ക് ഇവിടുന്ന് വഴി തെളിയില്ല. എവിടെയാണ് അദ്ദേഹത്തെ ഖബറടക്കിയിട്ടുള്ളത്? എല്ലാവരോടും അന്വേഷിച്ചു, ആർക്കും അറിയുന്നില്ല. അന്വേഷണം തുടർന്നു. അവസാനം ഗ്രാമത്തിന്റെ ഒരു മൂലയിലുള്ള ഒരു കിഴവിയായ ഏറെ പ്രായമുള്ള ഒരു വല്യമ്മക്ക് മാത്രമേ അറിയുള്ളൂ എന്നായി. അവരുടെ അടുക്കൽ ചെന്നു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, യൂസുഫ് നബിയുടെ മയ്യിത്ത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, എനിക്കറിയൂ. എങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ? ഇല്ല, ഞാൻ പറഞ്ഞു തരില്ല. പറഞ്ഞു തരാൻ എന്താണ് വേണ്ടത്? എനിക്ക് ചില നിബന്ധനകളുണ്ട്, അത് നടക്കണം. എന്താണ് നിങ്ങളുടെ നിബന്ധന? കേൾക്കട്ടെ. ആ കിഴവി പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട്, താങ്കൾ പോകുന്ന സ്വർഗമില്ലേ, ആ സ്വർഗത്തിൽ താങ്കളോടൊപ്പം എനിക്കൊരു സ്ഥാനം വേണം, സ്വർഗത്തിൽ എനിക്കെത്തണം. ഹദീസിൽ നമുക്ക് കാണാം, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നിലേക്ക് നിന്നു. കാരണം സ്വർഗമുണ്ട് എന്ന് പറയാൻ മൂസാ നബിക്ക് കഴിയൂലല്ലോ. പക്ഷെ അപ്പോഴേക്കും അള്ളാഹു വഹി കൊടുത്തു, ആ സ്ത്രീ സ്വർഗത്തിലാണ്. മൂസാ അലൈഹിസ്സലാം അതാ കിഴവിയെ അറിയിച്ചു.
കിഴവി ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ വെള്ളം കെട്ടി നിന്നതിനെ വറ്റിച്ചെടുത്തു. അവിടെ കുളിച്ചപ്പോൾ സുന്ദരനായ സുമുഖനായ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മയ്യിത്തെടുത്തിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ബനൂ ഇസ്രായേലും ഈജിപ്ത് വിട്ടു പോകുന്നത്. പ്രവാചകൻ പറയാണ്, ആ കിഴവിക്ക് ചോദിക്കാൻ ഒരു അവസരം ഉണ്ടെന്ന് തോന്നിയപ്പോ ചോദിച്ചത് സ്വർഗം വേണമെന്നാണ്. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് തനിക്ക് എപ്പോഴും സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കണ്ടപ്പോ തനിക്ക് വേണ്ട മലമൂത്ര വിസർജനത്തിന് ആവശ്യമായ വെള്ളം കൊണ്ടുപോയി കൊടുത്തും തന്റെ ചെരിപ്പഴിച്ച് കയ്യിൽ പിടിച്ചും തന്നെ സേവിച്ച് നടക്കുന്ന റബീഅയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, ആവശ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഓ പ്രവാചകരെ, എനിക്ക് താങ്കളോടൊപ്പം സ്വർഗത്തിൽ ഒരു സഹവാസം കിട്ടണം. താങ്കളുടെ കൂടെ ഒരു സഹപാഠിയായി എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ലാത്ത ഔ ഗൈറു ദാലിക, മറ്റെന്തെങ്കിലും ചോദിച്ചൂടെ? അദ്ദേഹം പറഞ്ഞു, ഹുവദാക, എനിക്ക് അതാ വേണ്ടത്, എനിക്ക് സ്വർഗ്ഗ വേണ്ടത്, എനിക്ക് സ്വർഗത്തിൽ താങ്കളോടൊപ്പം ഒരു ഇടം, അതാണ് എനിക്ക് ആവശ്യം. പ്രവാചകൻ പറഞ്ഞു, ഫഅഇനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, എങ്കിൽ സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ നീ എന്നെ സഹായിക്കൂ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്രയെത്ര സംഭവങ്ങളുണ്ട്. അവർ നമുക്ക് മാതൃകയായി സ്വർഗം ആഗ്രഹിക്കുക മാത്രമല്ല, സ്വർഗത്തിനു വേണ്ടി അവർ അധ്വാനിച്ചവരായിരുന്നു. അവർക്ക് ചോദിക്കാൻ അവസരം കിട്ടിയപ്പോൾ സ്വർഗമായിരുന്നു അവർ ചോദിച്ചിരുന്നത്. ഒരു വനിത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവർ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി അസ്റഉ വ ഇന്നി അതകശഫു ഫദ്ഉല്ലാഹ ലി. റസൂലേ, എനിക്കിടയ്ക്കിടെ അപസ്മാരമുണ്ടായി, ഞാൻ തളർന്നു വീഴും, അതുവഴി എന്റെ വസ്ത്രം നീങ്ങിപ്പോകും, താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅ്തി സ്വബർതി വലകിൽ ജന്ന. ഈ ഒരു അസുഖത്തിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗമാണ്. വ ഇൻ ശിഅ്തി ദഅഉതുല്ലാഹ അയുആഫിക. അതല്ല നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് മാറിക്കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ആകാം. ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗ്ഗം എന്ന് കേട്ടപ്പോ പിന്നെ അടുത്ത വാചകം എന്താണ് ആ സ്ത്രീക്ക് പറയാനുള്ളത്? അസ്ബിറു, ഒന്നും വേണ്ട, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം കിട്ടുമോ, ഞാൻ ക്ഷമിച്ചോളാം. എന്നിട്ട് അവർ പറയാണ്, റസൂലേ, ഞാൻ ഇങ്ങനെ മറിഞ്ഞു വീഴുമ്പോ, അപസ്മാരി ബാധിച്ചു വീഴുമ്പോ എന്റെ വസ്ത്രം നീങ്ങിയിട്ട് നഗ്നത മറ്റുള്ളവർ കാണാൻ ഇടം ഉണ്ട്, അതുകൊണ്ട് അതില്ലാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ അനുചരന്മാരെ ഇടയ്ക്കിടെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഗുണഗണങ്ങൾ ഉണ്ടാകാൻ പ്രവാചകൻ പ്രേരിപ്പിക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി സുബ്റ ഹിയ 70000. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കൂട്ടം സ്വർഗ്ഗത്തിൽ പോകും, അവർ 70,000 ഉണ്ടാകും, അവർ വിചാരണ കൂടാതെയാണ് സ്വർഗ്ഗത്തിലെത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടം സ്വർഗ്ഗത്തിൽ പെട്ടെന്ന് കയറി പോകുമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉദ്ഉല്ലാഹ ലീ യാ റസൂലല്ലാഹ് അയ്യജ്അലനീ മിൻഹും. റസൂലേ, ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ. ഉടൻ തന്നെ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇജ്അൽഹു മിൻഹും, അല്ലാഹുവേ, അദ്ദേഹത്തെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അപ്പൊ വേറൊരാൾ പറഞ്ഞു, റസൂലേ, ഞാനും. പ്രവാചകൻ പറഞ്ഞു, സബഖത ബിഹാ ഉക്കാശ, അതൊക്കെ ഒരു ഒറ്റ ചാൻസ് അല്ലേ, അതൊക്കെ ഉക്കാശ റളിയല്ലാഹു അൻഹു മുൻകടന്നു പോയി എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എത്ര സംഭവങ്ങളാണ് ഇவ்விധത്തിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉപ്പ ഖൈസമ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ചില സംഭാഷണങ്ങൾ ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കാര്യം? യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരും പ്രവാചകൻ മുന്നിൽ ചെന്നു നിന്നു, ഞാൻ ആദ്യം പങ്കെടുക്കാം, ഞങ്ങൾ രണ്ടുപേരും പോരാം. പ്രവാചകൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാളെ പങ്കെടുക്കാൻ പറ്റുള്ളൂ, ഒരാൾ വീട്ടിൽ കാവലായി ഉണ്ടാകണം. മകൻ പറഞ്ഞു, ബാപ്പ, എന്നാ ഞാൻ പോട്ടെ, ഞാൻ ചെറുപ്പക്കാരനാണ്, ചുറുചുറുക്കുള്ള ആളാണ്, എനിക്ക് നിങ്ങളെക്കാളൊക്കെ യുദ്ധത്തിൽ പലതും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്, ഞാൻ പോകാം. സുഹൃത്തുക്കളെ, സ്വന്തം ജീവൻ നൽകിയില്ലേ സ്വർഗം വാങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് ബാപ്പാനോട് പറയാണ്, ഞാൻ പോകാം.
ബാപ്പ പറയുന്നു, പറ്റൂല മോനെ, നീയൊക്കെ ചെറുപ്പക്കാരനാണ്, നിനക്ക് ഇനിയും അവസരം കിട്ടും, ഞാനൊക്കെ കുറെ ആയില്ലേ, ഞാൻ പോട്ടെ, എനിക്ക് ആദ്യം പങ്കെടുക്കുക, രണ്ടുപേർക്കും ഞാൻ ആദ്യം എന്ന ആഗ്രഹമായപ്പോ നറുക്കെടുക്കാൻ തീരുമാനിച്ചു. നറുക്ക് വീഴുന്നത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനാണ്. മകൻ സഅദ് റളിയല്ലാഹു അൻഹുവിന് നറുക്ക് വീണപ്പോ ബാപ്പ ചെന്നിട്ട് സഅദിനോട് പറയുന്ന വാചകം ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയാണ്, പൊന്നുമോനെ, എനിക്ക് പരിഗണന കൊണ്ടടാ, ഞാൻ നിന്റെ ബാപ്പയല്ലടാ, എന്നെ പരിഗണിക്കടാ. അപ്പോൾ മകൻ സഅദ് ബാപ്പയോട് പറഞ്ഞു, പൊന്നുപ്പ, പാനോട് സ്നേഹമില്ലാത്ത കുഴപ്പമൊന്നുമില്ല, എന്റെ പുന്നാരപ്പ, സ്വർഗത്തിന്റെ കാര്യമല്ലായിരുന്നുവെങ്കിൽ ഞാൻ തരുമായിരുന്നു അവസരം. ഉപ്പാ, ഇത് സ്വർഗത്തിന്റെ കാര്യമാണ്, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ മകൻ സഅദിന്റെ ചരിത്രം സഹോദരങ്ങളെ നമുക്ക് വായിച്ചു കൊടുക്കാൻ പറ്റും. ബദറിൽ സഅദ് റളിയല്ലാഹു അൻഹു പങ്കെടുക്കുകയും ഇഞ്ചോടിഞ്ച് പോരാടി രക്തസാക്ഷിയാവുകയും ചെയ്യും. അടുത്ത യുദ്ധത്തിൽ വീട്ടിൽ ആളുണ്ടോ എന്നതൊന്നും ഒരു പ്രശ്നമാക്കാതെ ഹൈസമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിന്നാലെ നടന്ന് അനുവാദം ചോദിച്ച് യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയാകുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, അതിന്റെ സീല് കസ്തൂരിയുടേതാണ്. ആ സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറയാ, വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കട്ടെ, കിടമത്സരം നടത്തുന്നവർ, തർക്കിക്കുന്നവർ, വാശി പിടിക്കുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി വാശി പിടിക്കട്ടെ എന്ന് അല്ലാഹു പറഞ്ഞ ആ സ്വർഗത്തിന് വേണ്ടി വാശി പിടിച്ച സ്വഭാവത്തിനെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 2-ാമത്തെ വചനം ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നിൽ വന്ന ഗോത്ര തലവന്മാർക്ക് ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തൊട്ടപ്പുറത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പ്രവാചകന് വല്ലാത്ത സന്തോഷമായി. റസൂലുള്ള പറഞ്ഞു, ഇന്ന് നിങ്ങൾ പോകുമ്പോൾ കൂടുതൽ പഠിപ്പിക്കാൻ ഞാൻ നിങ്ങൾക്ക് കൂടെ ആളെ വിട്ടുതരാം. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അഭിപ്രായം പറയാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖറബ് ബിൻ ഹാബിസിനെ ആയിരിക്കും പ്രവാചകൻ വിടുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, വേറെ ആരെയെങ്കിലാണ് വിടുക, നോക്കിക്കോ. അല്ല, നിന്നെ എതിർക്കാൻ വേണ്ടി പറയാണോ? ഞാൻ നിന്നെ എതിർക്കാനൊന്നുമല്ല, അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുക. ഇവിടെ ഇപ്പുറത്ത് നമ്മുടെ നേതാവ് അഷ്റഫുൽ ബശർ ദീനി പഠിപ്പിച്ചു കൊടുക്കുക. അതൊരു അദബ് കേടാണെന്നും പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ആയത്തിറങ്ങുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അമാലുകും വഅൻതും ലാ തഷ്കുറൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തെക്കാളും നിങ്ങൾ ഉയർത്താൻ പാടില്ല. പ്രവാചക സദസ്സിൽ അത്യുച്ചത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ആയത്തിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം തനിക്ക് പഠിപ്പിച്ച ആയത്ത് ഓതി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മുഖത്തോട് മുഖം നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമറേ, ഞാൻ ചെയ്തത് തെറ്റായി പോയി, എന്റെ ശബ്ദം അധികമായി പോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കറെ, എന്റെ അടുത്താണ് തെറ്റ്, ഞാനാ കുറച്ച് മോശമായത്, ഞാനാ എന്റെ ശബ്ദം കൂടിപ്പോയത് എന്ന് പരസ്പരം പറഞ്ഞ് ഒരു ആയത്ത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തുളച്ചു കയറിയ മാറ്റമുണ്ടാക്കിയ സംഭവങ്ങൾ ചരിത്രത്തിൽ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ബിൻ അബി മുലൈക എന്ന് പറയുന്ന താബിഈ വര്യൻ 30-ലധികം സ്വഹാബികളെ കണ്ട വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കണ്ട സ്വഹാബികളിൽ ഒരാളായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എപ്പോഴും പതുക്കെ സംസാരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്താനുള്ള കാരണം? അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്കെതിരെ ഖുർആനിൽ ആയത്തുണ്ട്, എന്റെ ശബ്ദം അധികമായതിന്റെ പേരിൽ 49-2 ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട താബിഈ വര്യൻ അബ്ദുല്ലാഹ് ബിൻ അബി മുലൈക റഹിമഹുല്ലാഹ് പറയുകയാണ്.
സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് പ്രവാചക തിരുചുണ്ടിൽ നിന്ന് കേട്ടതിന് ശേഷം പള്ളിയിൽ തന്നെ വരുന്നില്ല. അറബികൾക്ക് അന്നും ഇന്നും ഒരു പതിവുണ്ട്. 3 ദിവസം സാധാരണ കാണുന്ന പതിവായി കാണുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ അവർ പ്രത്യേകം അന്വേഷിക്കും. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. അദ്ദേഹം വീട്ടിലുണ്ട്, കരയാണ്. കാരണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, എന്റെ ശബ്ദം ജന്മന അധികമാണ്. ഞാൻ എന്തു പറഞ്ഞാലും റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാളും എന്റെ ശബ്ദം ഉയരും. അതുവഴി എന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെങ്കിൽ ഞാൻ എന്തിന് പള്ളിയിൽ വരണം? പ്രവാചകൻ ഇതറിഞ്ഞു. റസൂലുള്ള പറഞ്ഞു, സാബിത്തെ, ഈ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്, ഈ സ്വർഗത്തിന് വേണ്ടി മരിക്കുന്ന ആളാണ്, ഈ സ്വർഗത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളാണ്. നിന്നെ കുറിച്ചല്ല ഈ പരാമർശം. ജന്മനാ ശബ്ദമധികമായതല്ല പ്രശ്നം, നേതാവിനെതിരെ തട്ടിക്കയറി സംസാരിക്കലാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം താഴ്ത്തേണ്ട മര്യാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ആയത്തുകൾ ഹൃദയത്തെ സ്വാധീനിച്ചവരായിരുന്നു മാതൃകാ പുരുഷന്മാരായ സ്വഹാബികൾ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിന്റെ 92-ാമത്തെ ആയത്ത് ഇറങ്ങി. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്തിൽ നിന്ന് ദാനം ചെയ്യാതെ, ധർമ്മം ചെയ്യാതെ സ്വർഗമില്ല, പുണ്യത്തിലെത്തിച്ചേരുകയില്ല എന്ന ആയത്ത് കേട്ട മാത്രയിൽ ഓടിക്കിതച്ചു വന്ന് പ്രവാചകന്റെ മുന്നിൽ ചെന്ന് നിന്ന് മഹാനായ അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് അങ്ങ് ബൈറുഹായിലെ നീണ്ടു പരന്ന് വിശാലമായി കിടക്കുന്ന ആ ഈത്തപ്പന തോട്ടമാണ്. ഇതാ റബ്ബിന്റെ മാർഗത്തിൽ ഞാനത് നൽകുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനെ ഹദീസുകളിൽ നമ്മൾ വായിച്ചു പോകുന്നു. ഇതേ ആയത്ത് കേട്ട മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഖൈബർ യുദ്ധ വകയിൽ കിട്ടിയ മുഴുവൻ സ്വത്തും ഇസ്ലാമിന് വേണ്ടി ദാനം നൽകുന്നു. ആയത്തുകൾ ഹൃദയത്തെ സ്വാധീനിച്ചവരായിരുന്നു നമുക്ക് മാതൃകയാക്കാനുള്ള മാതൃകാ പുരുഷന്മാർ. സുഹൃത്തുക്കളെ, എത്രയെത്ര സംഭവങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഏതേത് സ്വഹാബികളുടെ ചരിത്രം വായിക്കുമ്പോഴും അവർക്ക് ഇவ்விധത്തിൽ സ്വർഗം ആഗ്രഹിച്ച് സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഏത് നന്മയിലും വമ്പനാണ്, മുമ്പനാണ്. അദ്ദേഹം ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. മനുഷ്യരിൽ നിന്ന് തന്നെ ആദ്യത്തിൽ സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ കയ്യിലുള്ളത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ദാനത്തിന് പ്രേരിപ്പിച്ചപ്പോൾ പ്രവാചകന്റെ മുന്നിലേക്ക് എല്ലാം ആയി വരികയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇന്ന് ഞാൻ അബൂബക്കറിനെ മറികടക്കുമെന്ന ആഗ്രഹത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലെ സ്വത്തിന്റെ പകുതിയും എടുത്ത് പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇന്ന് ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അതിജയിക്കില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ എന്താ കൊണ്ടുവന്നത്, എന്താ വീട്ടിൽ ബാക്കി വെച്ചത് എന്നറിയണ്ടേ? അബൂബക്കർ പറഞ്ഞു കൊടുക്കൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു റസൂലുമല്ലാതെ ഇനി എനിക്കൊന്നും ബാക്കിയില്ല. എന്റെ വീട്ടിലുള്ളത് മുഴുവനും അടിച്ചു തുടച്ചാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കറിനെ മറികടക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്കാവില്ലെന്ന് പലപ്പോഴായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് എന്ത് പ്രതിസന്ധികൾ വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും ക്ഷമിക്കുകയും സഹിക്കുകയും സദ്വിചാരം, റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരം വെച്ചു പുലർത്തുകയും ചെയ്തവരായിരുന്നു സ്വഹാബികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വര്യൻ ഇമ്രാൻ ഇബ്ൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത മഹാഭാഗ്യവാന്മാരിൽ ഒരാളാണ്. എല്ലാവർക്കും ഒന്നും അതിന് സാധിച്ചിട്ടില്ല. കാരണം ചിലർ ബദർ നടക്കുമ്പോൾ ഇസ്ലാമിലേക്ക് തന്നെ വന്നിട്ടില്ല, ചിലർ ഉഹദ് നടക്കുമ്പോഴേക്കും ബദറിൽ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചവർ വളരെ വിരളമാണ്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അദ്ദേഹത്തിന് തളർവാദമുണ്ടായി. ഒരു കട്ടിലിൽ ഒരേ കിടത്ത 30 വർഷം ഒന്നനങ്ങാനോ എഴുന്നേൽക്കാനോ പറ്റാത്ത വിധം കിടന്ന ത്യാഗിയാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും സന്ദർശിക്കാനും സമാധാനിക്കാനും ആളുകൾ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ കിടത്തം കണ്ട് വന്ന് സന്ദർശിച്ചവർ കരഞ്ഞുപോയി.
അവരോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കരയാണോ? ഞാൻ ഇതിൽ വളരെ സംതൃപ്തനാണ്. എന്റെ റബ്ബ് എനിക്ക് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതിൽ ഖൈറുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട എന്ന് പറഞ്ഞ് ഒരേ കിടത്ത 30 വർഷം കിടന്ന മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സദ്വിചാരം എത്രയാണ്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരിച്ചതും അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നതും ഒരേ ദിവസമാണ്. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന രീതിയിൽ ആളുകൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. 4-6 മക്കളെ തന്നിട്ട് ഒരുത്തനെ മാത്രം തിരിച്ചെടുത്ത് 5 മക്കളെ ബാക്കിയാക്കിയ റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും. കയ്യും കാലുമായി പ്രധാനപ്പെട്ട 4 അവയവങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് 1 മാത്രം എടുത്ത് 3 ബാക്കിയാക്കിയവനെ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറയുന്ന ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചു പോകുന്നു. ഇവരാണ് നമ്മുടെ മാതൃക. ഇവർ മാത്രമാണ് നമ്മുടെ മാതൃക. ജീവിതത്തിൽ എന്ത് സംഭവിച്ചപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിച്ച മുൻഗാമികളാണ് നമ്മുടെ മാതൃക. സുഹൃത്തുക്കളെ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അൽ മുസാറഅതു അൽ മുദാവമതു എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള ഗുണങ്ങളാണ്. മുസാറഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു നന്മയെ കുറിച്ച് കേട്ടത് മുതൽ അത് ചെയ്തു തുടങ്ങാനുള്ള മനസ്സ്. മുദാവമത്ത് എന്ന് പറഞ്ഞാൽ മരണം വരെ അത് തുടരാനുള്ള മനസ്സ്. ഒരു നന്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ കേട്ട അടുത്ത സെക്കൻഡ് മുതൽ അവർ ആരംഭിക്കുകയാണ്. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും അവർ തുടരുകയാണ്. അല്ലാത്തൊരവസ്ഥയാണ് സ്വഹാബികളിലും താബിഈകളിലും അൽ മുസാറഅത്ത് അൽ മുദാവമത്ത് എന്ന ഈ ഗുണമുണ്ടാക്കിയത്. സുഹൃത്തുക്കളെ, എത്രയെത്ര സംഭവങ്ങൾ അതീതത്തിലുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറിയ കുട്ടിയായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പോയിരുന്നാൽ ഓടിച്ചെന്ന് മടിയിലേക്ക് ചാടിക്കയറി പ്രവാചകന്റെ കഴുത്ത് പിടിച്ച് താഴ്ത്തി പ്രവാചകന്റെ താടിയിൽ ഇങ്ങനെ കളിക്കും. അത്രയും ചെറിയ കുട്ടിയാണ്. ഒരിക്കൽ ഭക്ഷണം വിളമ്പി വെച്ചപ്പോൾ ഓടിച്ചെന്ന് കൈയിട്ട് വാരി വലിച്ച് തിന്നാൻ തുടങ്ങിയപ്പോ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ ഉപദേശിച്ചു, യാ ഗുലാം, പൊന്നുമോനെ, സെമ്മില്ല, ബിസ്മിക ചൊല്ലടാ, വകുൽ ബിയമീനി, വലത് കൈ കൊണ്ട് തിന്നടാ, വകുൽ ബിയമീനി വകുൽ മിമ്മാ യലീ, നിന്റെ ഭാഗത്തുനിന്ന് കഴിക്കുമോനെ. ചെറിയ കുട്ടിയായ ഉമർ ഇബ്നു അബീ സലമ തന്റെ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അപ്രകാരം ഉപദേശിച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പോലും എന്റെ ഇടത് കൈ കൊണ്ട് ഞാൻ കുടിച്ചിട്ടില്ല. ഒരു ഈത്തപ്പഴം പോലും ബിസ്മി ചൊല്ലാതെ ഞാൻ തിന്നിട്ടില്ല. എന്റെ ഭാഗത്തു നിന്നല്ലാതെ പിന്നെ ഞാൻ ഭക്ഷിച്ചിട്ടേയില്ല. നമുക്കൊക്കെ എന്തൊക്കെ ന്യായം പറയണ്ടാകും. ഇടത്തെ വലത് കൈകൊണ്ട് തിന്നണ കൈകൊണ്ട് എങ്ങനെ കുടിക്കുക, പറ്റാകൂലേ അല്ലേ? ചെറുപ്പത്തിൽ കേട്ട ഉപദേശം വാർദ്ധക്യം വരെയും തുടർന്ന ഉമർ ഇബ്നു അബീ സലമ പിന്നീട് എന്റെ ഭക്ഷണ പാനീയ രീതി പ്രവാചകൻ പഠിപ്പിച്ച 3 ഉപദേശങ്ങളും പാലിക്കുന്ന രൂപത്തിലായിരുന്നു എന്ന് ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചക പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലെ ജോലിഭാരം പരാതി പറഞ്ഞ് തിരുസന്നിധിയിലെത്തി. വൈകുന്നേരം പ്രവാചകൻ വീട്ടിലേക്ക് കയറി ചെന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിലെ ജോലിഭാരം കുറക്കാൻ ഒരു ഭൃത്യനെ തരാനല്ല ഞാൻ വന്നത്, അതിലേറെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പഠിപ്പിക്കാനാണ് ഞാൻ വന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ പറയണം, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ പറയണം, അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ 34 തവണ പറയണം. കാലങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഇവിടെ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ലോകം ഭരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി. ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിദാരുണമായി വധിക്കപ്പെട്ടു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ജമൽ, സിഫീൻ പോലുള്ള യുദ്ധങ്ങൾ നടന്നു. പിന്നീട് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു സംസാരിക്കുമ്പോൾ പറഞ്ഞു, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ ഒറ്റ രാത്രി പോലും ആ 3 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, വല ലൈലത്തുൽ സിഫീൻ,
സിഫീൻ യുദ്ധം നടന്ന രാത്രി നിങ്ങൾ ചൊല്ലിയോ? അങ്ങനെ ഒറ്റ രാത്രിയും ചൊല്ലിയിട്ടില്ല എന്ന് പറയണ്ട, യുദ്ധം നടന്നെന്ന് നിങ്ങൾ ചൊല്ലിയോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ലൈലത്ത സിഫീൻ, അല്ലാഹുവാണേ സത്യം, അന്ന് ഞാനത് ചൊല്ലാതിരുന്നിട്ടില്ല. ഇതായിരുന്നു സ്വഹാബത്ത്, ഇതായിരുന്നു നമ്മുടെ മാതൃകാ പുരുഷന്മാർ. സുഹൃത്തുക്കളെ, എത്രയെത്ര സംഭവങ്ങളുണ്ട്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദ് അഹ്മദ് എന്ന ബൃഹത്തായ ഗ്രന്ഥം ക്രോഡീകരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു നിബന്ധന വെച്ചു, എനിക്ക് കിട്ടിയ ഈ ഹദീസുകൾ എന്റെ ജീവിതത്തിൽ അമലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് എന്റെ ജീവിതത്തിൽ അമലാക്കാതെ ക്രോഡീകരിക്കുകയില്ല. എല്ലാം ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞുള്ളതൊന്നുമില്ല. കാരണം തൊലാഖിന്റെ ഹദീസ് ജീവിതത്തിൽ പകർത്തിയിട്ടല്ലല്ലോ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുക. ഹജ്ജിന്റെ ഫള് പറയുന്ന ഹദീസ് ഹജ്ജിന് പോകാത്ത എനിക്കും പ്രസംഗിക്കാലോ. ചിലത് പകർത്താൻ കഴിയുന്നതാണെങ്കിൽ പകർത്തിയിട്ടേ ഞാൻ മറ്റുള്ളവരോട് പറയാനും പങ്കുവെക്കാനും ശ്രമിക്കുകയുള്ളൂ എന്ന തീരുമാനം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് എടുത്തു. ഓരോ ഹദീസുകളും ഇങ്ങനെ ക്രോഡീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഹദീസ് കണ്ടു. ഇഹ്തജമ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅതൽ ഹാജിമ ദീനാറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൊമ്പ് വെച്ചു ഹിജാമ നടത്തി. എന്നിട്ട് ഹിജാമ നടത്തിയ ആൾക്ക് ഒരു ദീനാറ് ഹദിയ കൊടുത്തു. ഈ ഹദീസ് അദ്ദേഹം മാറ്റിവെച്ചു. കാരണം അദ്ദേഹം ഹിജാമ ചെയ്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും നല്ല ഹിജാമ നടത്തുന്ന വ്യക്തിയെ കണ്ടെത്തിയിട്ട് തന്റെ തലയിൽ ഹിജാമ നടത്തിയിട്ട് ഒരു ദീനാറ് ദാനം ചെയ്തിട്ട് അദ്ദേഹം വന്ന് ഹദീസ് ക്രോഡീകരിച്ചു. ഇതായിരുന്നു മാതൃകാ പുരുഷന്മാർ. ഇങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിയ്യത്ത് എഴുതി വെക്കാതെ 2 ദിവസം പോലും ഒരു മുസ്ലിമിന് കഴിഞ്ഞു പോകാൻ പാടില്ല. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് പിന്നെ വസിയത്ത് എഴുതാതെ 1 ദിവസം പോലും എന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടില്ല. വസിയത്ത് പുതുക്കാതെ 2 ദിവസം കഴിഞ്ഞു പോകരുത്. നമുക്ക് കണക്കുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോ ഒന്ന് പുതുക്കണം. കാരണം ചിലത് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടാകും, കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകണം. 2 ദിവസം കൂടുമ്പോ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒറ്റ ദിവസം പോലും എന്റെ ജീവിതത്തിൽ അത് ഞാൻ നോക്കാതെ കഴിഞ്ഞു പോയിട്ടില്ല. അവർ പോയ സ്വർഗത്തിലാണ് മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും പോകാനുള്ളത് എന്നത് നമ്മൾ മറന്നു പോകരുത്. നോക്കൂ നിങ്ങൾ, എത്രയോ സംഭവങ്ങൾ പ്രകാരമുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ വീട്ടിൽ കൊടുന്നുവെച്ച പൊതുസ്വത്തിൽ നിന്ന് പൊതുവിതരണത്തിന് കൊടുന്നുവെച്ച ആപ്പിളിൽ നിന്ന് ഒന്നെടുത്ത് മകൻ കഴിച്ചപ്പോ അവന്റെ വായിൽ കൈയിട്ട് അരുതുമോനെ എന്ന് പറഞ്ഞ് കുപ്പിക്കളയാൻ ആവശ്യപ്പെട്ടപ്പോ ഭാര്യ ഇടപെട്ട് ചോദിച്ചു, കുട്ടിക്ക് പൊതുസ്വത്തും അല്ലാത്തതും അറിയോ? നിങ്ങളെന്താ കുട്ടിനെ കാണിക്കണേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, പ്രിയതമയോട് പറയുകയാണ്, പൊന്നു പ്രിയതമ, അവന്റെ വായിൽ നിന്നല്ല എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ അത് എടുത്തു കളഞ്ഞത്. നമുക്ക് അനുവദിക്കപ്പെടാത്തൊരു ആപ്പിൾ തിന്നതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിന്നാൽ അത് സാധിക്കുകയില്ല എന്ന് പറയുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയെ ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വീടിന്റെ ഒരു മൂലയിൽ ഇരുന്ന് കരയുകയാണ്. അടുത്ത് ചെന്നിരുന്ന് ഭാര്യയും സങ്കടപ്പെടാൻ തുടങ്ങി. നീ എന്തിനാ കരയണത്? നിങ്ങൾ കരയണ കണ്ടിട്ട്. എന്നാ ഞാൻ കരയണത് എന്തിനാന്നറിയോ? ഖുർആനിലെ ആയത്ത് കണ്ടിട്ട്. 19-ാം അധ്യായം 71, 72 ആയത്തുകളാണ് എന്നെ കരയിപ്പിച്ചത്. ഏതാണ് ആയത്തുകൾ? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. അല്ലാഹ് പറയാണ് നരകത്തെ കുറിച്ച് 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 71, 72 ആയത്തുകളിൽ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, ആ നരകത്തിന്റെ വക്കത്ത് വരാത്തവരായി ഒരാളും തന്നെ ഇല്ല കേട്ടോ. ഓരോരുത്തരും ആ നരകത്തിന്റെ വക്കത്ത് വരും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, അത് അല്ലാഹുവിന്റെ തീരുമാനിച്ചുറപ്പിച്ച ഖണ്ഡിതമായ തീരുമാനമാണ്. അടുത്ത ആയത്തിൽ അല്ലാഹ് പറയാണ്, സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, പിന്നീട് തഖ്വ കാണിച്ച ആളുകളെ ആ നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ്. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ,
തിന്മ ചെയ്ത ആളുകളെ, അക്രമികളായ ആളുകളെ, ശിർക്കിൽ അകപ്പെട്ട ആളുകളെ, വിദഅത്തിന്റെ ആളുകളെ, ഖുറാഫത്തിന്റെ ആളുകളെ, തിന്മകളുടെ പിന്നാലെ പോയവരെ, വൃത്തികേടുകൾ ചെയ്തവരെ, കണ്ടവരെ, മാതാപിതാക്കളെ ദ്രോഹിച്ചവരെ, അയൽപക്ക മര്യാദകൾ പാലിക്കാത്തവരെ, മുട്ടുകുത്തുന്നവരായി ആ നരകത്തിൽ വീഴ്ത്തുന്നതാണ്. ഈ ആയത്തോർത്ത് കരയുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, പ്രിയതമയോട് പറയുന്നുണ്ട്, എല്ലാവരെയും കൊണ്ടുവരുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാനും നീയും ഉണ്ടാകും. പക്ഷേ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാനുണ്ടാകുമോ, നീയുണ്ടാകുമോ? അതിന് നമുക്ക് ഉറപ്പുണ്ടോ? അതോർത്താണ് ഞാൻ കരയുന്നതെന്ന് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവര് പോയ സ്വർഗത്തിൽ നമുക്ക് പോകണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഫഅൻദർതുകും നാറൻ തലല്ലാഹ് എന്ന ആയത്ത് ഓതിയപ്പോഴൊക്കെയും കരഞ്ഞുപോയി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തുകൾ അവരുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തുകൾ അവരിൽ സ്വർഗം വാങ്ങാനുള്ള ആഗ്രഹം ജനിപ്പിച്ചു. അതിനുവേണ്ടി അവർ അധ്വാനിച്ചു, അതിനുവേണ്ടി അവർ പണിയെടുത്തു. സുഹൃത്തുക്കളെ, ഇനിയും എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഞാൻ വിശദമായി പറയുകയല്ല. തൗഹീദിന്റെ കാര്യത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിഷയത്തിൽ ആരും അവർക്ക് തടസ്സമായില്ല. ശിർക്കിന്റെ ലെവലേശം പോലും ജീവിതത്തിൽ കടന്നു വരാൻ ഒട്ടും അവർ അനുവദിച്ചില്ല. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ 17ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 18ാം വയസ്സിൽ ഉമ്മയറിഞ്ഞു, മോനെ, ആ മുഹമ്മദിന്റെ വധത്തിൽ നിന്ന് നീ പോരണം. കാരണവന്മാരായി, നമ്മുടെ പൂർവികന്മാരായി നാം സ്വീകരിച്ചു പോരുന്ന ആദർശത്തിലേക്ക് നീ വരണം. വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീ തള്ളിപ്പറയല്ല മോനെ. എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം അവതരിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ ثم ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. 31ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ ആയത്തിറങ്ങുകയാണ്. അങ്ങനെ ഉപ്പിയും ഈ തെറ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ല. ദുനിയാവിലൊക്കെ ഓലോട് സഹകരിച്ച് ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തോ, മതപരമായി വിട്ടുവീഴ്ചക്ക് തയ്യാറാകാൻ പാടില്ല. മോൻ ഉമ്മാന്റെ അടുത്ത് ചെന്നു, എന്നിട്ട് പറയുന്നു, യാ ഉമ്മ തഅലമീന വല്ലാഹി ലൗ കാനത് ലകി മിഅതു നഫ്സ് ഫഖറജത് നഫ്സു നഫ്സ മാ തറക്തു ദീനി ഹാദാ ലിശൈ ഫഇൻ ശിഅതി ഫകുലി വഇൻ ശിഅതി ലാ തകുലി. ഉമ്മ പറയാണ്, മോനെ, നീ മുഹമ്മദിന്റെ മതം വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ തിന്നൂല, കുടിക്കൂല, വെയിലത്ത് നിന്നിട്ട് ഞാൻ അങ്ങനെ മരിച്ചാണ് പോകും. ഉമ്മാനെ കൊന്ന ആളാണ് എന്ന് ആളുകൾ നിന്നെ കുറിച്ച് പറയും. ഉമ്മാനോട് മോന്റെ പ്രതികരണം എന്താ? യാ ഉമ്മ തഅലമീന വല്ലാഹി ലൗ കാനത് ലക. ഉമ്മ, പടച്ചോനാണ് സത്യം, നിങ്ങൾക്ക് 100 ആത്മാവുണ്ട് എന്ന് വിചാരിക്കുക. 100 ആത്മാവും എന്നോട് ഇഞ്ചിഞ്ചായി വിട പറഞ്ഞാലും ദീന് വിടൂലമ്മ. ഫഇൻ ശിഅതി ഫകുലി, നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നോ, വഇൻ ശിഅതി ലാ തകുലി, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തിന്നണ്ട. ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ഫഅക്കലത്, വിശന്നപ്പോ ഉമ്മ തിന്നാൻ തുടങ്ങി, മോൻ വിട്ടുവീഴ്ച ചെയ്തില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്ത കണിശക്കാരായിരുന്നു നമ്മുടെ മുൻഗാമികളായ സ്വഹാബികൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഞാൻ ക്രോഡീകരിച്ചു കൊണ്ടുവന്നതിൽ തന്നെ 10-ലധികം സംഭവങ്ങൾ ഇനിയുമുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. സുഹൃത്തുക്കളെ, അല്ലെ, ഇല്ല, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മുടെ മുൻഗാമികളായ മാതൃകാ പുരുഷന്മാരായ ആ സ്വഹാബികൾ, ആ താബിഉകൾ, അവരുടെ ജീവിതത്തെ നമ്മൾ മാതൃകയാക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ, താബിഈകളുടെ ചരിത്രം, സ്വഹാബികളുടെ ചരിത്രം ഞാൻ വായിച്ചു നോക്കുമ്പോഴാണ് നമ്മളൊന്ന് റെഡിയാവാണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളൊന്നും ഇങ്ങനെ ആയാ പോരാന്ന് തിരിച്ചറിയാം. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ദീന് പഠിക്കാനും പ്രവർത്തിക്കാനും പ്രബോധനം ചെയ്യാനും അപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും ഒക്കെ ഒന്നും കൂടി ഒന്ന് റെഡിയാവാണ്ട് എന്ന് അപ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുക. നോക്കൂ നിങ്ങൾ, മഹാനായ അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിന്റെ മകനാണ്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യനാണ്.
അദ്ദേഹം സമറത്തുൽ ഇൽമി അൽ അമൽ എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചു. അറിവ് കിട്ടിയാൽ അതുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ആ പുസ്തകത്തിന്റെ തീം. അതിൽ അദ്ദേഹം ഇതുപോലുള്ള കുറെ സംഭവങ്ങൾ കൊണ്ടുവന്നു. കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഒരു ഹദീസ്, ആരെങ്കിലും റവാത്തിബ് സുന്നത്ത് 12 റക്അത്ത് നമസ്കരിച്ചാൽ അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന ഹദീസ്. എന്നിട്ട് ആ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, പ്രവാചകനിൽ നിന്ന് അത് കേട്ടിട്ട് പിന്നെ ഉമ്മു ഹബീബ ഒരിക്കൽ പോലും ആ 12 ഉപേക്ഷിച്ചില്ല. ഉമ്മു ഹബീബയിൽ നിന്ന് കേട്ട താബിഈ ഒരിക്കൽ പോലും ആ 12 ഉപേക്ഷിച്ചില്ല. അങ്ങനെ ഇമാം മുസ്ലിമിന്റെ ഗുരുനാഥൻ മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സനദിലെ ഓരോരുത്തരും പറയാണ്, അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ട് പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല, അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ട് പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല, അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ട് പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, ഇതാണ് മുസാറഅത്ത് മുദാവമത്ത് എന്ന് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് കടന്നു ചെന്നപ്പോ ഒരു സ്വഹാബിയുടെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരം, പ്രവാചകൻ അത് ഊരി വലിച്ചെറിഞ്ഞു. അദ്ദേഹം പോയപ്പോ ഈ വ്യക്തിയോട് വേറെ ആള് പറഞ്ഞു, എടുത്തോ, എടുത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ധരിക്കാനല്ലേ പറ്റാത്തത്. അദ്ദേഹം പറഞ്ഞു, ലാ ആഖുദുഹു, ഞാൻ ഇനി അത് എടുക്കൂല. വഖദ് തറഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞ സാധനം എനിക്കിനി വേണ്ട. ഇസ്ലാമിൽ തെറ്റൊന്നുമില്ല അത് എടുക്കല്, പക്ഷെ അദ്ദേഹത്തിന്റെ വറഅാണ്, അദ്ദേഹത്തിന്റെ സുഹൃതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ കയ്യിൽ നിന്ന് ഊരി എറിഞ്ഞത് എനിക്ക് ഇനി എന്തിനാ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് അവർ ഒരു തെറ്റാന്ന് മനസ്സിലായപ്പോ അപ്പോൾ നിർത്തുകയാണ്, ഇനിയൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പതിവായിരുന്നു ബാപ്പയാണേ സത്യം പറയും. ജാഹിലിയ കാലത്ത് ഇങ്ങനെ ഉണ്ടായത്, ഇസ്ലാമിലേക്ക് വന്നിട്ടും ഇടക്ക് പറയും ബാപ്പയാണേ സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബിആബാഇകും, നിങ്ങൾ ബാപ്പയാണേ സത്യം എന്ന് ചെയ്യുന്നത് അല്ലാഹ് നിങ്ങളോട് വിലക്കിയിട്ടുണ്ട്. ആ ഹദീസിന്റെ ശറഹിൽ നമുക്ക് കാണാം, ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ബാപ്പയാണേ സത്യം എന്നൊരു ദുസ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി പോലും ബാപ്പയാണേ സത്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എനിക്കൊരു ദുസ്വഭാവം ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെ ഒരു ദുസ്വഭാവമായിരുന്നു അത്, പിന്നെ റസൂലുള്ള പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. എന്തായിരുന്നു അതൊരു ദുസ്വഭാവമായിരുന്നു. വാപ്പയാണേ സത്യം എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ വാപ്പയാണേ സത്യം എന്നൊരു വാക്ക് വരൂലേ, ആ വാക്ക് പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇങ്ങനെയാണ് സ്വഹാബികൾ. ഇതൊക്കെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ കൊണ്ടുവന്ന സംഭവങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച, സ്വർഗത്തെ മുന്നിൽ കണ്ട് പ്രവർത്തിച്ച ആ മാതൃകാ പുരുഷന്മാരെ മാതൃകയാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.